ഇന്നലെ വണ്ടിപ്പെരിയാറിൽ ചത്ത കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചതിനു ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് കോട്ടയം DFO N രാജേഷ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്നലെ രാവിലെയാണ് വണ്ടിപ്പെരിയാർ രാജമുടിയിൽ ആനവിലാസം സ്വദേശിയായ തമ്പി എന്നയാളുടെ സ്വകാര്യ ഏലത്തോട്ടത്തിൽ കടുവയെ ചത്ത നിലയിൽ തൊഴിലാളികൾ കാണുന്നത്. തുടർന്ന് വനം വകുപ്പിൽ വിവരം അറിയിച്ചത് അനുസരിച്ച് എരുമേലി റേഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തേക്കടിയിലേക്ക് കടുവയുടെ ജഡം മാറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കടുവയുടെ ജഡം സംസ്കരിച്ചു. 5 വയസ്സ് പ്രായമുള്ള പെൺകടുവ എങ്ങനെ ചത്തു എന്നുള്ള കാരണം വ്യക്തമാവണമെങ്കിൽ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ച് അവിടെ നിന്നും റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് കോട്ടയം DFO പറഞ്ഞു. ഇന്നലെ അതായത് 22-ാം തീയതി വണ്ടിപ്പെരിയാർ ഗ്രാമത്തിന് സമീപം രാജമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ നിന്നാണ് ഒരു പെൺകടുവയുടെ ജഡം നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് രാവിലെ കടുവയെ അവിടെ കണ്ടിരുന്നു. അതിൻ്റെ ഫോട്ടോയും മറ്റും എടുത്ത് ജീവനക്കാർ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുവ ഒരു ആവശ്യ നിലയിലായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആണ് അതിൻ്റെ ജഡം നമുക്ക് കണ്ടെത്താനായത്. അപ്പോൾ അതിൻ്റെ പ്രത്യക്ഷത്തിൽ അതിൻ്റെ പുറമേ വേറെ തരത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മരണകാരണം നമുക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NTCയുടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ SOP പ്രകാരമുള്ള ഒരു ടീമാണ്. 2 വെറ്റിനറി ഡോക്ടേഴ്സും മറ്റ് പ്രതിനിധികളെല്ലാം അടങ്ങുന്ന ഒരു ടീമാണ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം കൃത്യമായ മരണകാരണം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അത് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റ് ആന്തരിക അവയവങ്ങളുടെ പരിശോധനയ്ക്ക് നമ്മൾ അയക്കാറുണ്ട്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ കൂടി പൂർത്തിയായതിനു ശേഷം ഒരുപക്ഷെ കൃത്യമായിട്ട് നമുക്കൊരു മരണകാരണം നിശ്ചയിക്കാൻ കഴിയും. ഇതിനിടയിൽ വണ്ടിപ്പെരിയാർ അരണക്കൽ ഭാഗത്ത് ഫോറസ്റ്റ് അധികൃതരെ ആക്രമിക്കുന്നതിനിടയിൽ വെടിവെച്ച് വീഴ്ത്തിയ കടുവയുടെ കാല് കുരുക്കിൽപ്പെട്ട് മുറിഞ്ഞിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ് എന്നും വണ്ടിപ്പെരിയാർ രാജമുടി ഗ്രാമ്പി പ്രദേശത്ത് വേറെയും കടുവ ഉണ്ടോ എന്നും പരിശോധിക്കുമെന്നും DFO പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമളി.